താമരശ്ശേരി ചുരത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തി. ഇന്നു മുതൽ 3 ദിവസം ചുരത്തിൽ വാഹന പാർക്കിംഗ് അനുവദിക്കില്ല. വ്യൂ പോയിന്റിൽ കൂട്ടം കൂടരുതെന്നും നിർദ്ദേശമുണ്ട്. ചുരത്തിൽ മണ്ണിടിഞ്ഞ സാഹചര്യത്തിൽ ഓണത്തോടനുബന്ധിച്ച തിരക്ക് കണക്കിലെടുത്താണ് നിയന്ത്രണം. ഷബീർ വീണ്ടും ചേരുന്നു. ഷബീർ, വാഹന ഗതാഗതം സുഗമമായി പോകുന്നു ഇപ്പോൾ? നിലവിൽ വാഹന ഗതാഗതത്തിന് തടസ്സങ്ങളൊന്നുമില്ല. നമുക്കറിയാം, ചുരം 9-ാം വളവിൽ മണ്ണിടിഞ്ഞതിനെ തുടർന്ന് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ഭാഗികമായിട്ടായിരുന്നു നേരത്തെ വാഹനങ്ങൾ കയറ്റിവിട്ടിരുന്നത്. ഒപ്പം തന്നെ 9-ാം വളവിൽ നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിരുന്നു. ഇവിടെ വാഹനങ്ങൾ നിർത്താൻ പാടില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ. അവിടെ വ്യൂ പോയിന്റിന് അടുത്താണ് മണ്ണിടിഞ്ഞത്. അവിടെ വാഹനങ്ങൾ നിർത്താൻ പാടില്ല, ആളുകൾ നിൽക്കാൻ പാടില്ല എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളും നിയന്ത്രണങ്ങളും ഉണ്ടായിരുന്നു. ഇതോടൊപ്പമാണ് ഇപ്പോൾ ഓണം പ്രമാണിച്ച് ഈ ചുരത്തിലെ മണ്ണിടിച്ചിൽ ഭീഷണി കൂടി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ചുരം വ്യൂ പോയിന്റിൽ പൂർണ്ണമായും നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. എല്ലാ വ്യൂ പോയിന്റുകളിലും ആളുകൾ കൂട്ടം കൂടാൻ പാടില്ല. ഒപ്പം തന്നെ ചുരത്തിൽ എവിടെയും വാഹനങ്ങൾ നിർത്താൻ പാടില്ല എന്നുകൂടിയാണ് ഇപ്പോൾ താമരശ്ശേരി പോലീസ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പോലീസാണ് ചുരത്തിലെ ഗതാഗതം നിയന്ത്രിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് ഇത്തരത്തിലുള്ള അറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇന്ന് മുതൽ 3 ദിവസത്തേക്കാണ് ഈ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്നാണ് പോലീസ് പറയുന്നത്. പ്രത്യേകിച്ച് അവധിക്കാലമാണ്, ഓണാവധിയാണ്. ഓണാഘോഷവുമായി ബന്ധപ്പെട്ട നിരവധി വിനോദസഞ്ചാരികൾ വയനാട്ടിലേക്കും മറ്റും പോകുന്നവരാണ്. അപ്പോൾ ആ നിലയ്ക്ക് വാഹനത്തിന്റെ തിരക്ക് കൂടി കണക്കിലെടുത്താണ് ചുരത്തിൽ എവിടെയും വാഹനങ്ങൾ നിർത്താൻ പാടില്ല എന്ന നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ വ്യൂ പോയിന്റിൽ നിർത്തി വാഹനങ്ങൾ നിർത്തി പുറത്തിറങ്ങി ഫോട്ടോ എടുക്കുന്നതും കാഴ്ച കാണുന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി വിലക്കിയിട്ടുണ്ട്. ഈ നിർദ്ദേശം കർശനമായി പാലിക്കണമെന്നാണ് പോലീസ് അറിയിക്കുന്നത്. അജിംസ്. ശരി ഷബീർ.